പ്രസംഗത്തിൻ്റെ ആദ്യ പാഠമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിനാണ്. പ്രീ ഡിഗ്രി അവസാന ബാച്ച് പഠിക്കുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എലക്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അതാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കോളേജ് യൂണിയൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ, അങ്ങനെ ഇവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് ഞാൻ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴും ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നേരിൽ കാണുക, അവരുടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങാനാണ് ഇന്ന് വന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റ്, സ്റ്റാഫ്, സ്റ്റുഡൻസ്, പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരെല്ലാം തരുന്ന കരുത്ത് വളരെ വളരെ വലുതാണ്. അല്ല, നമ്മളെപ്പോഴും സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസാണ്. അതിൽ പ്രത്യേകിച്ച് കോളേജുകളിൽ വരുമ്പോൾ നമുക്കൊരു കൂടുതൽ എനർജൈസ്ഡ് ഫീലാണ്. അവിടെ പൊളിറ്റിക്സ് വേർതിരിവുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതിനെല്ലാം അപ്പുറമായി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. അച്ചോ ഫ്രാൻസറെ പോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ആദ്യ പാഠങ്ങൾ എന്നെ മോൾഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്, എൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്, ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ 3 വർഷം വോളണ്ടിയർ സെക്രട്ടറി ആയത്, ഞാൻ പറഞ്ഞതുപോലെ കോളേജ് യൂണിയൻ്റെ എല്ലാ പടവുകളും ചവിട്ടിക്കയറിയതും, ഏറ്റവും കൂടുതൽ വലിയ സൗഹൃദ വലയങ്ങൾ, ഇന്നും ഞാൻ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളും വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ ഒരു വലിയ ക്യാൻവാസിലാണ്. ആ ക്യാൻവാസ് എപ്പോഴും ഇവിടെ വരും. ഇവിടുത്തെ അധ്യാപകരെ കാണും, പണ്ട് പഠിപ്പിച്ച പാരൻസിനെയും ടീച്ചേഴ്സിനെയും എല്ലാം കാണും. അത് നൽകുന്നൊരു കോൺഫിഡൻസ് വലുതാണ്. അതുകൊണ്ട് തന്നെ തേവരയുടെ മണ്ണിലേക്ക് വീണ്ടും വന്നത്.